ഹായ്. ഇന്ന് ഞാൻ ഇത് കുറച്ച് നാൾ മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അത് വന്നിട്ട് 745 വ്യൂ ഉണ്ടായിരുന്നു ലാസ്റ്റ് നോക്കിയപ്പോൾ. പിന്നെ അതിന് ബ്ലോട്ടായിപ്പോയി. ക്ലാരിറ്റി വിഷയങ്ങളുണ്ടാവും, പല പല റീസൺസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് നിബന്ധനകൾ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഇതൊരു പ്രമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മുടെ ഇപ്പോൾ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടോ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല സംഭവം. ആഡ് വളരെ കുറവാണ്. 8.5 വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, 8.5 വർഷം കഴിഞ്ഞു. അപ്പോൾ 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വർഷമായിട്ട് ആഡ് അധികം കൊടുത്തിട്ടില്ല. വെറും വാട്സപ്പ് മാത്രം. റീസെല്ലിംഗ് അല്ല, ഇപ്പം നമ്മുടെ റീറ്റെയിൽ പ്രൈസും അല്ല, നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഹോൾസെയിൽ പ്രൈസിനാണെങ്കിലും ഓരോ ദിവസം നമുക്ക് ഇത്ര പീസ് കൊണ്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോയിലും പറയുന്നില്ല, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുമ്പോഴേ പറയാറില്ല. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർ, കാണുന്നവർ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ റിപ്ലൈ തരാം. ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ ജെന്യുവിനാണ് ഓർഡർ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, പിന്നെ ചില ആളുകളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ജെന്യുവിനല്ല. ചിലത് ഷോപ്പുകാർ വിളിച്ചിട്ട് ചോദിക്കും നമ്മുടെ രീതികൾ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. സ്റ്റാഫ് ചോദിച്ചാലും സ്റ്റാഫിനെ കൊണ്ട് ചോദിപ്പിക്കുമ്പോഴും ഇങ്ങനെ ഒരുപാട് ഉടായ്പകൾ നടക്കുന്നുണ്ട്. ഇത് തികച്ചും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ ചുമ്മാ ഇടുന്നതാണ്. നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നില്ല, ഷെയർ ചെയ്യാൻ പറയുന്നില്ല, ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല. പിന്നെ കവർ പേജ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വെച്ചാലും ഇപ്പം എല്ലാ വീഡിയോസിലും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയുക. പിന്നെ ചിലർ മാത്രമാണ് പറയാത്തുള്ളത്. അപ്പോൾ നമ്മളിതെന്താ സംഭവിച്ചാൽ, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. അവർ വീഡിയോ അയച്ചു തരുമോ, അപ്പോൾ ചുമ്മാ എടുത്തിടും. പിന്നെ കുറേ പേര് നമ്മളിതൊന്നും പറയാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട്. നമുക്കറിയുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ നിർത്തി. പിന്നെന്താ വെച്ചാൽ യൂട്യൂബൊക്കെ വല്ലപ്പോഴും നോക്കുക, പിന്നെ ടൈം കിട്ടുന്നില്ല. റെഗുലർ ക്ലയൻസിനറിയാം നമ്മുടേത് എങ്ങനെയാണ് രീതികൾ എന്നൊക്കെ. പുതിയതായിട്ട് വരുന്നവർ ഇങ്ങനെ തന്നെയാണല്ലോ റെഗുലറായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ ഓർഡർ തന്ന ചേച്ചി നമുക്കൊരുപാട് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഒരുപാട് അടുപ്പമില്ല എങ്കിലും ഉള്ള കുറച്ച് കാലം കൊണ്ട് ഒരുപാട് നല്ല ചേച്ചിയാണ്, നല്ല കെയറിങ് ആണ്, നല്ല രീതികളവരുടെ. എന്താ പറയാൻ വാക്കില്ല അങ്ങനെയൊക്കെ. എനിവേ, താങ്ക് യു എല്ലാവർക്കും.